ഏവർക്കും വാരഫലം പരിപാടിയിലേക്ക് സ്വാഗതം. 28/4/2024 മുതൽ 4/5/2024 വരെ, അതായത് മലയാള മാസം 1199 ആണ്ട് മേടം 15 മുതൽ 21 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഗ്രഹപ്പകർച്ച വ്യാഴത്തിൻ്റെതാണ്. മെയ് 1-ാം തീയതി, അതായത് മേടം 18-ാം തീയതി 2:04 PM വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. ജ്യോതിഷപ്രകാരം ഏറ്റവും ശക്തനായ ശുഭഗ്രഹമാണ് വ്യാഴം. സർവേശ്വരാണാം തിഷണേസ്തി നിത്യം സാന്നിധ്യമസ്മാത് തിഷണേ അനുകൂലേ പ്രായോനുകൂല സകലാശ്ച ദേവ സ്ഥൽ പ്രതികൂല്യേ സതിന അനുകൂല എന്നാണ് പ്രശ്നമാർഗകർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതായത് സർവ്വ ഈശ്വരന്മാരുടെയും സാന്നിധ്യം നിത്യവും വ്യാഴത്തിലുണ്ട്. വ്യാഴം അനുകൂലനാകുമ്പോൾ എല്ലാ ദേവന്മാരും അനുകൂലന്മാരാകുന്നു. വ്യാഴം പ്രതികൂലനാകുമ്പോൾ ഒരു ദേവന്മാരും അനുകൂലമാകുന്നില്ല. ജന്മരാശിയുടെ 2, 5, 7, 9, 11 ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വ്യാഴം അനുകൂലനാകുന്നു. അല്ലാത്തപ്പോൾ വ്യാഴം പ്രതികൂലനാണ്. കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മേടം എന്നീ കൂറുകാർക്ക് വ്യാഴം അനുകൂലനും ചിങ്ങം, തുലാം, ധനു, കുംഭം, മീനം എന്നീ കൂറുകാർക്ക് പ്രായേണ അശുഭപ്രദനുമാകുന്നു. വ്യാഴം പ്രതികൂലമായി സഞ്ചരിക്കുന്നവർക്ക് ഒരു വർഷത്തേക്ക് വിഷ്ണുപ്രീതികരങ്ങളായ ജപധ്യാനാദികളും ക്ഷേത്രദർശനങ്ങളും നടത്തുന്നത് ദോഷഫലങ്ങളുടെ കാഠിന്യം കുറച്ച് ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും. മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ദാനം ചെയ്യുന്നതും ഉത്തമമാണ്. ആദ്യമായി മേടം രാശിയുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നിവ ചേർന്ന മേടം രാശിക്ക് ആദിത്യനും ശുക്രനും ജന്മത്തിലും വ്യാഴൻ ജന്മത്തിലും 2-ലുമായും ചന്ദ്രൻ 9, 10, 11, 12 എന്നീ ഭാവങ്ങളിലും ചൊവ്വ 12-ലും ബുധൻ 12-ലും ശനി 11-ലുമായി സഞ്ചരിക്കുന്ന സമയമാണ്. ആഴ്ചമധ്യത്തോടെ വ്യാഴം 2-ലേക്ക് വരുമ്പോൾ ഒരു വർഷമായി അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യാഴത്തിൻ്റെ ദോഷഫലങ്ങൾ അവസാനിക്കും. ഇനി ഒരു വർഷം പ്രായേണ അനുകൂലമായ കാലമാണ്. ധനലാഭം, പ്രതാപാധിക്യം, സർവകാര്യസിദ്ധി, ഉത്കൃഷ്ടത എന്നിവ പ്രതീക്ഷിക്കാം. ശത്രുനാശം, വിവാഹയോഗം എന്നിവ കാണുന്നു. നേത്രരോഗങ്ങൾക്കും പിത്തം അധികരിച്ചുള്ള രോഗങ്ങൾക്കും സാധ്യതയുണ്ട്. ബന്ധുസമാഗമം, സർക്കാർ ജോലികൾ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുക, വസ്ത്രാഭരണ സിദ്ധി തുടങ്ങിയ ഫലങ്ങൾ കാണുന്നു. ദോഷഫലങ്ങൾ കുറയാനും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനുമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി, ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ശിവക്ഷേത്രത്തിൽ ജലധാര എന്നിവ നടത്തുക. അടുത്തതായി ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകീരം അര എന്നിവ ചേർന്ന ഇടവക്കൂറിന് ആദിത്യനും ശുക്രനും 12-ലും വ്യാഴം 12-ലും ജന്മത്തിലുമായും ചന്ദ്രൻ 8, 9, 10, 11 എന്നീ ഭാവങ്ങളിലും ചൊവ്വയും ബുധനും 11-ലും ശനി 10-ലും സഞ്ചരിക്കുന്ന സമയമാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥലം മാറ്റത്തിനും ആലോചനക്കുറവ് മൂലമുള്ള അബദ്ധങ്ങൾക്കും സാധ്യത. സൽക്കർമ്മങ്ങൾ ഫലിക്കാതെ വരും. എല്ലാ കാര്യത്തിലും കൃത്യതയും ശ്രദ്ധയും പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ഉദരരോഗം, സർക്കാർ സംബന്ധമായ ആനുകൂല്യം, ബന്ധുസമാഗമം, അധികാരലാഭം, സുഖം, സന്തോഷം, ബന്ധുജന സഹായം, ധനലാഭം എന്നിവ പ്രതീക്ഷിക്കാം. ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനായി ശാസ്താഭജനവും വിഷ്ണുഭജനവും നടത്തുക. അടുത്തതായി മിഥുനക്കൂറാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവ ചേർന്ന മിഥുനക്കൂറിന് ആദിത്യനും ശുക്രനും 11-ലും വ്യാഴം 11-ലും 12-ലുമായും ചന്ദ്രൻ 7, 8, 9, 10 എന്നീ ഭാവങ്ങളിലും ചൊവ്വയും ബുധനും 10-ലും ശനി 9-ലും സഞ്ചരിക്കുന്ന കാലമാണ്. മെയ് 1-ഓടെ ദൈവാധീനം കുറഞ്ഞു തുടങ്ങും. എന്നിരിക്കലും ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ, ഐശ്വര്യം, വ്യാധിനാശം, ശുഭകർമ്മങ്ങളുടെ ഫലസിദ്ധി എന്നിവ ഈ ആഴ്ച അനുഭവവേദ്യമാകും. മൃഷ്ടാനലാഭം, ബന്ധുലാഭം, സുഗന്ധദ്രവ്യലാഭം എന്നിവ ഉണ്ടാവും. ദ്രവ്യലാഭം, കളത്രസുഖം എന്നിവ പ്രതീക്ഷിക്കാം. ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനായി ശാസ്താപ്രീതിയും മഹാവിഷ്ണു പ്രീതിയും വരുത്തുക. കർക്കിടകം രാശിയുടെ ഫലങ്ങളാണ്. പുണർദം അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നിവ ചേർന്ന കർക്കിടകക്കൂറിന് 10-ൽ ആദിത്യനും ശുക്രനും ചന്ദ്രൻ 6, 7, 8, 9 എന്നീ ഭാവങ്ങളിലും 9-ൽ ചൊവ്വയും ബുധനും അഷ്ടമത്തിൽ ശനിയും വ്യാഴം 10-ലും 11-ലുമായും സഞ്ചരിക്കുന്ന കാലമാണ്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഈ രാശിക്കാർക്ക് വളരെ അനുകൂലപ്രദമാണ്.
ഒരു വർഷത്തോളം വ്യാഴം ഇവർക്ക് 11-ാം ഭാവത്തിലുണ്ടാവും. വളരെ കാലമായുള്ള ആഗ്രഹങ്ങൾ സാധിക്കും. എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും പുരോഗതിയും ഈ ഒരു വർഷത്തിനുള്ളിൽ നേടിയെടുക്കാൻ സാധിക്കും. 12 വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന ഒരു ഗ്രഹസ്ഥിതിയാകയാൽ ഈ രാശിക്കാർ അതിനനുസരിച്ച് പ്രവർത്തിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ആഴ്ച കർമ്മവിജയം, മൃഷ്ടാന്ന ലാഭം, സുഗന്ധദ്രവ്യലബ്ധി, ബന്ധുഗുണം എന്നിവ പ്രതീക്ഷിക്കാം. അഗ്നിഭയം, ശത്രുശല്യം, ഉദരരോഗം എന്നിവ കാണുന്നു. വാതരോഗം, ദ്രവ്യനാശം, കാര്യതടസ്സം എന്നിവയ്ക്കുള്ള സാധ്യതയുമുണ്ട്. ദേവീപ്രീതിയും ശാസ്താപ്രീതിയും വരുത്തുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കും. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രമാദ്യപാദം എന്നിവ ചേർന്ന ചിങ്ങക്കൂറിന് 9-ൽ രവിയും ശുക്രനും, 5, 6, 7, 8 എന്നീ ഭാവങ്ങളിൽ ചന്ദ്രനും, 8-ൽ ബുധനും, 8-ൽ ചൊവ്വയും, 9-ലും 10-ലും വ്യാഴവും, 7-ൽ ശനിയും സഞ്ചരിക്കുന്ന കാലമാണ്. ആപത്തും വ്യാധിയും ധനലാഭവും ധർമ്മകാര്യസിദ്ധിയും കാര്യതടസ്സവും കാണുന്നു. വ്രണാദികളായ രോഗങ്ങളെ കരുതിയിരിക്കുക. എങ്കിലും കാര്യജയവും പുത്രസൗഖ്യവും വജ്രലാഭവും ധനപുഷ്ടിയും ഈ ആഴ്ച ഉണ്ടാകാം. ദോഷഫലങ്ങൾ കുറയുന്നതിനായി ശിവഭജനം, ദുർഗാക്ഷേത്രത്തിൽ ദർശനം, ശാസ്താവിന് നീരാഞ്ജനം, കൃഷ്ണന് പാൽപ്പായസം എന്നിവ നടത്തുക. അടുത്തതായി കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നിവ ചേർന്ന കന്നിക്കൂറിന് 8-ൽ രവിയും ശുക്രനും, 4, 5, 6, 7 എന്നീ ഭാവങ്ങളിലായി ചന്ദ്രനും, 7-ൽ ബുധനും ചൊവ്വയും, 6-ൽ ശനിയും, 8-ലും 9-ലുമായി വ്യാഴവും സഞ്ചരിക്കുന്ന കാലമാണ്. മെയ് 1 മുതൽ ഏകദേശം ഒരു വർഷത്തേക്ക് മെച്ചപ്പെട്ട സമയം പ്രതീക്ഷിക്കാം. ഭാഗ്യപുഷ്ടി ഉണ്ടാകും. കാര്യസിദ്ധി, പുത്രസൗഖ്യം, സാമർഥ്യം എന്നിവ വർദ്ധിക്കും. സർക്കാരിൽ നിന്ന് അനിഷ്ടകരമായ നടപടികൾ, രോഗം, ഗൃഹോപകരണങ്ങളുടെ സിദ്ധി, ധനലാഭം, ഭയം, സഞ്ചാരക്ലേശം, സുഖശയനം, കാര്യാദികൾക്ക് വിഘ്നം എന്നിവ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ഭാര്യാകലഹത്തിനുള്ള സാധ്യതയുണ്ട്. വിവാഹിതർ കരുതി പെരുമാറുക. ദേവീക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കും. അടുത്തതായി തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവ ചേർന്ന തുലാക്കൂറിന് 7-ൽ സൂര്യനും ശുക്രനും, 7-ലും 8-ലുമായി വ്യാഴവും, 3, 4, 5, 6 എന്നീ ഭാവങ്ങളിൽ ചന്ദ്രനും, 6-ൽ ബുധനും ചൊവ്വയും, വ്യാഴം 7-ലും 8-ലും ശനി 5-ലും ആയി സഞ്ചരിക്കുന്ന സമയമാണ്. മെയ് 1 മുതൽ ഒരു വർഷത്തേക്ക് വ്യാഴം അഷ്ടമത്തിലാണ്. കഠിന ദുഃഖങ്ങളും വ്യാധികളും ബന്ധനവും എപ്പോഴും മാർഗസഞ്ചാരവും അനുഭവിക്കേണ്ടതായി വരും. ഒരു വർഷത്തേക്ക് വിഷ്ണുഭജനം നടത്തുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കും. ഈ ആഴ്ച ഉദരവ്യാധിയും സ്ത്രീകൾ നിമിത്തമുള്ള ഉപദ്രവങ്ങളും ഉണ്ടാകാം. വസ്ത്രലാഭം, കാര്യവിഘ്നം, സ്വർണ്ണലാഭം, ശത്രുജയം എന്നിവ കാണുന്നു. പുത്രവിരഹത്തിനുള്ള സാധ്യതയുണ്ട്. വളരെ കരുതലോടെ മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുക. അടുത്തതായി വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട എന്നിവ ചേർന്ന വൃശ്ചികക്കൂറിന് സൂര്യനും ശുക്രനും 6-ലും, ചന്ദ്രൻ 2, 3, 4, 5 എന്നീ ഭാവങ്ങളിലും, ചൊവ്വയും ബുധനും 5-ലും, വ്യാഴം 6-ലും 7-ലുമായും ശനി 4-ലും സഞ്ചരിക്കുന്ന സമയമാണ്. മെയ് 1-ാം തീയതിയുള്ള വ്യാഴമാറ്റം ഈ കൂറുകാർക്ക് പ്രായേണ അനുകൂലമാകും. വ്യാഴം 7-ാമിടത്ത് നിൽക്കുമ്പോൾ ബുദ്ധിസാമർഥ്യവും വാക്സാമർഥ്യവും കാര്യസിദ്ധിയും ദ്രവ്യലാഭവും കളത്രസുഖവും ഫലമാകുന്നു. രോഗങ്ങളും ദുഃഖങ്ങളും ശത്രുക്കളും നശിക്കുകയും ധനലാഭം ഉണ്ടാകുകയും ചെയ്യും. ചില ദിവസങ്ങളിൽ കാര്യവിഘ്നവും അലച്ചിലും ഭയവും അലട്ടാം. സന്താനങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. വിവാഹിതർ തങ്ങളുടെ പങ്കാളികളുമായി കലഹിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കണ്ടകശനി ദോഷത്തിന് പരിഹാരമായി ശാസ്താക്ഷേത്ര ദർശനം നടത്തുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുന്നതും ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും ദോഷഫലങ്ങളെ കുറയ്ക്കും. അടുത്തതായി ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവ ചേർന്ന ധനുക്കൂറിന് സൂര്യനും ശുക്രനും 5-ലും, 1, 2, 3, 4 എന്നീ ഭാവങ്ങളിലായി ചന്ദ്രനും, ചൊവ്വയും ബുധനും 4-ലും, വ്യാഴം 5-ലും 6-ലുമായും ശനി 3-ലും സഞ്ചരിക്കുന്ന കാലമാണ്. വ്യാഴത്തിൻ്റെ പ്രതികൂല സ്ഥിതി ഏകദേശം ഒരു വർഷം തുടരുന്നതിനാൽ ഈ കാലയളവിൽ വിഷ്ണുപ്രീതി വരുത്തുന്നത് അത്യാവശ്യമാണ്. ഇവർക്ക് ഈ ആഴ്ച ശത്രുശല്യം, രോഗപീഠ, ധനലാഭം, പുത്രലാഭം, ബന്ധുസൗഖ്യം, ഗുരുജന സന്തോഷം എന്നിവ ഉണ്ടാകാം. മൃഷ്ടാന്നലാഭം, ശയനസുഖം, കർമ്മവിഘ്നം, ഭയം എന്നിവയ്ക്കുള്ള സാധ്യതയുമുണ്ട്. ദുർജന സംസർഗം, ഉദരരോഗം, രക്തസംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശിവപ്രീതിയും ദേവീപ്രീതിയും വരുത്തുന്നത് ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും. അടുത്തതായി കുംഭം രാശിയുടെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പാദം, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവ ചേർന്ന കുംഭക്കൂറിന് 3-ൽ സൂര്യനും
ശുക്രനും 11, 12, 1, 2 എന്നീ ഭാവങ്ങളിൽ ചന്ദ്രനും 2-ൽ ബുധനും ചൊവ്വയും 3, 4 എന്നീ ഭാവങ്ങളിൽ വ്യാഴവും ജന്മത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ഥാനാന്തരപ്രാപ്തി, അതിൽ നിന്ന് ബഹുമാനലബ്ധി, ശത്രുനാശം, ധനവൃദ്ധി, ആരോഗ്യം, ആജ്ഞാശക്തി, ദ്രവ്യലാഭം എന്നീ ഫലങ്ങൾ കാണുന്നു. മേലധികാരികളുടെ അപ്രീതി, മനോവിഷമം, അഗ്നിഭയം എന്നിവയ്ക്കുള്ള സാധ്യത ഉണ്ട്. ധനസമൃദ്ധിക്കും പണ്ഡിതോചിതമായ സംസാരത്തിനും ഇടവരും. ദേവീപ്രീതി വരുത്തുന്നതും ശാസ്താപ്രീതി വരുത്തുന്നതും ഉത്തമമാണ്. അടുത്തതായി മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരുട്ടാതി അവസാനത്തെ പാദം, ഉത്രട്ടാതി, രേവതി എന്നിവ ചേർന്ന മീനക്കൂറിന് ജന്മത്തിൽ ബുധനും ചൊവ്വയും 2-ൽ സൂര്യനും ശുക്രനും 11, 10, 12, 1 എന്നീ ഭാവങ്ങളിൽ ചന്ദ്രനും 2, 3 എന്നീ ഭാവങ്ങളിൽ വ്യാഴവും 12-ൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇവർക്ക് പ്രതികൂലമാണ്. ഒരു വർഷക്കാലം വിഷ്ണു ക്ഷേത്രത്തിലോ അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കും. ദേഹസുഖക്കുറവ്, കാര്യഭംഗം, ബന്ധുകലഹം, വാക്കുപിഴ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ദ്രവ്യനാശം, നേത്രരോഗം, അന്യന്മാരിൽ നിന്ന് ചതിപറ്റുക എന്നിവ ഉണ്ടാകാം. ധാന്യസമൃദ്ധി, വിശേഷ പുഷ്പങ്ങൾ, രത്നങ്ങൾ എന്നിവ ലഭിക്കുക, രാജബഹുമാനം, സുഖം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനായി ശാസ്താഭജനം, ശിവഭജനം, ഭദ്രകാളി ക്ഷേത്ര ദർശനം എന്നിവ നടത്തുക. പ്രിയപ്പെട്ടവരെ, വാരഫലം എന്ന ഈ പരിപാടിക്ക് നിങ്ങൾ നൽകുന്ന പിന്തുണയിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ പരിപാടി കാണുന്ന എല്ലാവരും ഈ ലൈക്ക് ബട്ടൺ അമർത്തുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു വലിയ പ്രോത്സാഹനമായിരിക്കും. എന്നും നിങ്ങളോടൊപ്പം ഇതേപോലെയുള്ള പരിപാടികളുമായി മുന്നോട്ട് വരാൻ ഞങ്ങൾക്ക് അത് പ്രചോദനമാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു.